പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ട കേസ്. വണ്ടി റെഡിയല്ലേ? ഓ വണ്ടിയൊക്കെ റെഡിയാണോ? ആ അവിടെ നിർത്തിയിട്ടത് കേറ്റ പെട്ടെന്ന്. ആ വടിയും കുന്തൊക്കെ ആയിട്ട് ഈ പണ്ടാറങ്ങളെ എവിടേക്കാവോ പിടിച്ചേ? ഒളിക്കേണ്ട വൈദ്യരായരെ ഞങ്ങള് കണ്ടു. നാട്ടിൽ ഒരു കാര്യത്തിനും നിങ്ങളെ കിട്ടില്ല എന്ന് വെച്ചാല് ഞാൻ ഈ ആടലോടകത്തിന്റെ വേര് തപ്പി ഇറങ്ങിയതാ. ആ ആടലോട് നടുറോഡിലാണ് ഉണ്ടാവുക. അല്ല, നിങ്ങളെല്ലാവരും കൂടി എങ്ങോട്ടാണാവോ? ഇന്ന് പാർട്ടിയുടെ ബന്ധോ ഹർത്താലോ വല്ലതുണ്ടോ? നാട്ടിലൊരു പേനായി ഇറങ്ങിയിട്ട് 3-4 ആളെ കടിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇല്ല. നിങ്ങൾ എവിടുത്തെ വൈദ്യരാ നായരെ? അവിടുത്തെ ഇതെന്താ ആളെ കളിപ്പിക്ക? അതെ, നായയെ കൊല്ലാൻ സഹായം തേടി പോലീസ് സ്റ്റേഷനിലേക്കാണ് ഞങ്ങള്. SI ഒന്ന് കാണണം. ആര്? ഗബ്ബാറ? നായയെ പിടിക്കാനാ? മര്യാദയ്ക്ക് ഒരു കള്ളനെ പിടിക്കാൻ കഴിവില്ലാത്തവനാണ് നായയെ പിടിക്കാൻ പോണത്. നിങ്ങൾ ഇന്ന് സമയം കളയാതെ ആ പട്ടാളക്കാരെ സഹായം തേട്. അത് ശരിയാ, അവരാണെങ്കിൽ മേലിറങ്ങാൻ ഒരു പണിയും കിട്ടാതിരിക്കുക. പക്ഷെ ഈ പട്ടിപ്പിടുത്തത്തിനൊക്കെ അവരെ ഇറങ്ങണാവോ? അവർക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. വായിച്ചിട്ടില്ലേ പട്ടാളം സേവനമായിട്ട് റോഡ് വെട്ടി പാലം പണിതുന്നൊക്കെ? അപ്പൊ പിന്നെ ഇവിടെ ഒരു പട്ടിപ്പിടുത്തായിക്കോട്ടോ. വായി നോക്കിക്കണ്ട് വാടേ. ഇവിടെ ഇരുന്ന് കളിച്ചാലും കേൾക്കാൻ സംഗീതം. ഇത്രയൊക്കെ വിസ്തരിച്ച് എഴുതല്ലേ, അവൾ കയറും പൊട്ടിച്ചിങ്ങോട്ട് പോരും. ഒന്ന് പോടാ. തമാശ കളിക്കില്ലേ? പഞ്ചാര കുന്നത്ത് നട്ട പച്ചക്കരിമ്പേ വേണ്ട. ഇന്നലെ ഞാൻ നിന്നെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ നീ ഒരു AK-47 ആയി. അത് വായിക്കരുത്. നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ചു മതി, ഇനി ഞാൻ നോക്കട്ടെ. ഇപ്പൊ തരാടേ. ഇത് വലിയ ശല്യം. എന്താ ഇത്? വല്ല നുഴഞ്ഞ കയറ്റക്കാരും വരുന്നുണ്ടോ നോക്കിയാണ് സാർ. മൈ ഗോഡ്. മാരകായുധങ്ങളായിട്ട് സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട്. കമോൺ ഗെറ്റ് അലർട്ട്. ഇവിടെ പുറത്താരും കാണില്ലല്ലോ. അവരാ ടെന്റിനകത്തായിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് തുറന്നോ. കുഴപ്പാവോ? ഏയ്, എന്റെ തോക്കിൽ ഉണ്ടല്ലോ. ആ ഉണ്ട് അവിടെ തന്നെ വെച്ചോളാം. ഞാൻ പല പ്രാവശ്യം പറയണ്. എന്നാ തുറക്കല്ലേ? തുറക്കടോ, തുറക്ക്. ഇയാളുടെ കയ്യിൽ ഉണ്ടല്ലോ. പറഞ്ഞ പോലെ ഇവറ്റങ്ങളൊക്കെ എവിടെ പോയി? ചെറുതായിട്ടൊരു പേടി തോന്നുന്നില്ലല്ലോ. ഇല്ലാതില്ല. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇനി നമ്മളറിയാതെ ഇന്നലെ രാത്രി വല്ല പാകിസ്ഥാൻ പട്ടാളത്തെ വന്ന് കൊണ്ടുപോയോ? എങ്ങനെ കഴിച്ചിലാവും? കേറി കുടുങ്ങി പോയല്ലോ അമ്പർത്തെ തങ്ങളെ. നോക്ക് നാട്ടു മോനെ എങ്ങേക്കൂല്ല വാപ്പി അമ്മ. ഞാൻ കഴിച്ച് പോകുമ്പോട്ട് പോന്നേ. അല്ലോ ഇന്റെ കഥ കഴിഞ്ഞതല്ലേ. അല്ലോ എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ ക്യാമ്പ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്? ആരാ നിങ്ങളുടെ പിന്നിലെ? പറയേ. സാറുമാരെ, നമ്മൾ ബോംബ് വെക്കാനും കൊല്ലാനൊന്നും വന്നതല്ല. പിന്നെ നാട്ടിൽ പേപ്പറ്റ് ഇറങ്ങിയിട്ട് അതിനെ പിടിക്കാൻ സഹായം ചോദിച്ചു വന്നതാ. ഓക്കെ, രക്ഷപ്പെട്ടു. ക്യാമ്പിലേക്ക് വരുമ്പോ അനുവാദം ചോദിച്ചിട്ട് വേണ്ടേ വരാൻ? അതും ഈ മാരകായുധങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ. അത് മാറുകായുധങ്ങളൊന്നും അല്ല സാറേ. പട്ടിനെ കണ്ടാ തച്ചൊല്ലാനുള്ള മരക്കഷ്ണങ്ങളാ. ശരി, ഏതായാലും ഈ ദൗത്യം പട്ടാളം ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ഈ നാട്ടിൽ ഒരു പട്ടിയും കാണില്ല. നീന്താ കളിക്ക? കാഴ്ച കാണാൻ തോക്കിന്റെ മുമ്പിൽ തന്നെ കയറി നിൽക്കണം. ഇപ്പൊ വെടികൊണ്ട് ചത്തേനെ. ഒരു
ഒരു ഹ്യൂമൻ എനിമിയെ നേരിടുന്ന അത്ര ഈസി അല്ല ഒരു അനിമൽ എനിമിയെ നേരിടുന്നത്. ഓരോ സ്റ്റെപ്പും ഓരോ സെക്കൻഡും അലർട്ടായിരിക്കണം. എന്റെ അമ്മേ, എന്റെ പശു പോയി. അയ്യോ സാറേ, ഏതോ തെണ്ടി ഗ്രീസ് വേണ്ടി വെച്ചേക്കുവാ. ആ തെണ്ടി ഞാൻ തന്നെയാ. ഇത് നിനക്കുള്ള ശിക്ഷയാ. കേരടാ. അയ്യോ സാറേ, ഞാൻ താഴെ വീട് നടുവൊടിഞ്ഞ് ചത്ത സാറിന്റെ ഭാര്യയ്ക്ക് അരയ്ക്കാൻ തേങ്ങയും കറിക്ക് വാങ്ങി ആരോട് തരും സാറേ? അതിന് നിന്നെ പോലെ വേറൊരുത്തം വന്നോളും. എടാ, പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടട്ടാ. കേരടാ, ഓരോ കള്ളപ്പട്ടികൾ വന്നോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. പട്ടി പട്ടി നിന്റെ അപ്പൻ. ഏമാന്റെ ഹൗസിംഗ് ബോർഡ് പട്ടി തകർത്തല്ലോ. പട്ടിക്ക് ഇതല്ലേ പറ്റൂ. എല്ലാരുണ്ടല്ലോ. എന്റെ കമത്തിക്കറി ആക്കിക്കൊണ്ടോ. വൈദ്യരെ, ഹെൽപ്പ് മീ വൈദ്യരെ. എനിക്ക് പേളുകുമ്പോ വരാട്ടാ. ഇപ്പൊ എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. പോലീസുകാരുടെ 14 ഇഞ്ചക്ഷൻ എടുപ്പിക്കാൻ ഇവിടെ പട്ടികളില്ലടാ. അയ്യോ, இங்க எங்கேயோ வெடிச்சத்தம் கேக்குறதே. அவனுடைய கேம்ப் இங்க எங்கேயோ தான் இருக்கும். മാമി, അത് ക്യാമ്പീന്നല്ല, അടുത്തേതോ അമ്പലത്തിൽ വെടിപൊട്ടിയതാ. ദേ ആന പോണ കണ്ടില്ലേ? ஆமா யானை. சரி சரி, நீ வண்டி விடு. ஏய், வண்டி நிறுத்து. അമ്മ, பட்டாபி நிறுத்து. நிறுத்துடா. ഏയ് ഹോൾ. டேய் டேய், பட்டாபி பட்டாபி, நான் உங்க அம்மாடா. இப்படி மூஞ்சில கரிய பூசிட்டு இருந்தா எனக்கு தெரியாது நினைச்சிட்டு இருக்கியா? നീ ഏൻ ചൊല്ലാൻ വന്നിട്ടായി? ஏண்டா, வீட்டுக்கு கூட வராம நாட்டுக்காக சேவை செய்யறேன்னு இப்படி நாய புடிச்சுட்டு இருக்கியே, நீ பெரிய பட்டாளம். அம்மா, நான் இங்க ஆபீசர் ஆக்கும், அவளெல்லாம் கேட்டுட்டு இருக்கா. நீ வா, கேம்பில் போய் பேசலாம். என் செல்லம்மா இல்ல. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. രാമനാമം ചൊല്ലിണ്ട് പേരക്കുട്ടികളെയും കൊഞ്ചിച്ചോണ്ടിരിക്കേണ്ട കാലത്ത് ഞാൻ നിന്റെ പിറകെ ഇങ്ങനെ ഉലകം ചുറ്റിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇത് ന്യായമാ? അവര് പറയട്ടെ. நீ கேம்பில் வந்து என்ன வேணா சொல்லிக்க. இங்க மலையாளத்துல பேசினா அவளுக்கு புரியும். പുരിയട്ടുണ്ടാ, അവൾക്ക് നന്നാ പുരിയട്ടും. നിങ്ങൾ തന്നെ പറയണം, ഇവൻ ചെയ്യുന്നത് ശരിയാണോ? അതിർത്തി, യുദ്ധം, പട്ടിപിടുത്തെന്നൊക്കെ പറഞ്ഞ് ഇവൻ കല്യാണം കഴിക്കാൻ നടന്നാലേ പിന്നെ എന്നാ കല്യാണം കഴിക്കാ? മൂക്കിലെ പല്ലു കൊടുത്താച്ച്. அம்மா, ഇപ്പൊ എന്റെ പ്രാർത്ഥന കേട്ടിട്ട് അയ്യപ്പ സ്വാമി നിന്നെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. வா, கார்ல ஏறு. என்ன தொடாதே. கார்ல ஏறுங்க, நீ பேச வேண்டாம். அவன் உள்ள கேம்ப்ல போய் சொல்லு, பேசிக்கலாம். கல்யாணம் நீ வா. பண்ணிக்கிறேன்னு சொல்லு. அப்பதான் நான் இங்க இருந்து போவேன். இரு, சொல்லுடா. கல்யாணம் பண்ணிக்கிறேன்னு சொல்றா. அவன் முன்னால சொல்லுடா. உன் பின்னாடி பென்னி, சுத்திட்டு இருக்கிறது என்னால முடியாது. അപ്പോ ക്യാമ്പിൽ വെച്ച് കാണാം. ബൈ.